ഹലോ മൈ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ തങ്ങളിപ്പാര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മുടെ തങ്ങളിപ്പ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര അധികം സന്തോഷമായി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ലെന്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം 1 മണിക്കൂറിന് പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തങ്ങളിപ്പാര അതിനവസ്ഥ മജിലിസും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ മജിലിസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു ഉസ്താദിനെ കൂടെ നമുക്ക് ട്രോളാനുണ്ട്. അപ്പൊ ഉസ്താദിന്റെ വിശേഷം എന്തെന്ന് അറിയണ്ടേ? കേട്ടു നോക്കാം. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം 1-2 കൊല്ലം ആയുള്ളൂ. ഒരു ചിത്രം, അത് ചിത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം നടന്ന കൊലക്കൊക്കെ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള വാർത്താ ചാനൽ വന്നത് ദൃശ്യം മോഡൽ കൊലപാതകമാണ്. അപ്പൊ ഇസ്ലാം ഉസ്താദിന്റെ പടവും കാണാം, സിനിമ കാണാം, എന്ത് വേണോ ആവാം. ഉസ്താദിന് എന്ത് വേണോ ആവാം. അതിനിപ്പോ ഏതെങ്കിലും ഒരു താത്ത കണ്ടാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പോയി ഒരു പടം കണ്ടാലോ, ഇനി ആരെങ്കിലും ഒരു തിയേറ്ററിന് മുറ്റത്തൂടെ പോയാലോ ഉസ്താദിന് പ്രസംഗിക്കാൻ കണ്ടന്റ് പോകും. ഉസ്താദിന് ദൃശ്യം പോലത്തെ പടം കാണാൻ പറ്റും. അപ്പോ എന്താ ഇതിനൊക്കെ പറയാ? ഈ കാലം എങ്ങോട്ടാ കടന്നു പോകുന്നേ? ഇനി ഇസ്ലാം എങ്ങോട്ടാണ് കടന്നു പോകുന്നേ? ഇസ്ലാമും ഹദീസും ഖുർആനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു പുസ്തകം എന്ന രീതിയിൽ ഒതുങ്ങി പോവുകയാണ്, അല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങി പോവുകയാണെന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. ഉസ്താദന്മാരിങ്ങനെ ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ? ഒരു ഉദാഹരണം പറയേണ്ടത് ഒരു ഫിലിം കണ്ടിട്ട് അതിനെപ്പറ്റി ആവണോ? ഉസ്താദ് കാണുന്നുണ്ടാവാം, സ്വാഭാവികമായിട്ടും അവർ മനുഷ്യരല്ലേ, അവരും ഫിലിമൊക്കെ കാണുന്നുണ്ടാവാം. ഒരു പക്ഷെ അവർ ഈ തലയും തൊപ്പിയും കുപ്പായൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റൂലായിരിക്കാം. പക്ഷെ അവർ വീട്ടിൽ ഇരുന്നോ അവർ ടി വിയിലോ എങ്ങനെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാല്ലേ? പറയൂ ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ വരിക. നമ്മുടെ തങ്ങളിപ്പോൾ വരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നേ. തങ്ങളിപ്പോൾ നമ്മളെ വീഡിയോ എല്ലാ ദിവസവും കാണാറുണ്ട് എന്ന് അറിഞ്ഞു, ഭയങ്കര അധികം സന്തോഷമായി. അപ്പോൾ തങ്ങളിപ്പാർ ഇന്നത്തെ വിശേഷത്തിന് മുമ്പ് ഇന്നലത്തെ നമ്മളെ ഇട്ട വീഡിയോ ഇല്ലേ, അതിൽ നമ്മളെ തങ്ങളിപ്പ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ കാണാത്തവരൊക്കെ പോയി ഒന്ന് കണ്ടേക്ക്. ഓക്കെ, തങ്ങളിപ്പ ഇടുന്നത് പോട്ടെന്ന് വെക്കാം. ഈ കുറേ താത്തമാര് തങ്ങളിപ്പാരെ DP എടുത്തിട്ടിട്ട് എന്നെ വന്ന് തെറി വിളിക്കുക, എൻ്റെ ഉപ്പായ പറയാൻ നീ ആരാണെന്ന്. എന്താ പറയാ? എന്തോ ആ താത്താരെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ കമന്റിൽ എടുത്തു വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഞാൻ എന്താ ഇതിനൊക്കെ പറയാ? ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഒരു ജാതി എന്താ പറയാ, അഴിച്ചു വിട്ട മറ്റേ ഇബിലീസിനെ പോലെയാണ് ഓരോ താത്തമാർ ഇറങ്ങിയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ വിഷയം അങ്ങ് നീണ്ടുപോകും. അപ്പോൾ തങ്ങളിപ്പാരെ കമന്റ് കണ്ടേ, കണ്ടോ? തങ്ങളിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, അതിൻ്റെ ഭയങ്കര സന്തോഷം. ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടാനുള്ള പ്ലാനുണ്ട്. നമ്മൾ ജോലി ചെയ്തല്ലേ, തങ്ങളിപ്പാരെ ജോലി പോലെ തന്നെ നമ്മൾ ജോലി ചെയ്താണ്. അപ്പോൾ എല്ലാവരും തങ്ങളിപ്പായും ഞാനത് പിൻ ചെയ്ത് വെക്കാൻ മറന്നുപോയി. തങ്ങളിപ്പ അപ്പോൾ തങ്ങളിപ്പായ എൻ്റെ വീഡിയോയിലും ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ, ഞാൻ ലിങ്ക് കൊണ്ടുവിടുമ്പോൾ. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഈ വീഡിയോ 8 മണിയാകുമ്പോൾ എത്തുമെന്ന് ഞാൻ അത് കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളിപ്പായോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ താത്തമാരില്ലേ അവരെയൊക്കെ ഒന്ന് മര്യാദ പഠിപ്പിക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അവർ ഭയങ്കര തെറിവിളിയാണ് തങ്ങളിപ്പാ. ഇങ്ങനെ തെറി വിളിക്കാവോ ആരെങ്കിലും? പക്ഷേ തങ്ങളിപ്പാര മെനിങ്ങാത്ത മജ്ലിസിൻ്റെ വീഡിയോ വലിയ റീച്ച് ആയിട്ടില്ല, 77K വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും കാണുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഉൾപ്പെടുത്തി വെച്ചേക്കാം. ഏകദേശം 5 മണിക്കൂർ 14 മിനിറ്റോളം ഉള്ളൊരു വലിയ വീഡിയോ ആണ്. ഭയങ്കര വലിയ എന്തോ മജ്ലിസും കാര്യങ്ങളൊക്കെ നടത്തിയതിനെ പറ്റിയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. എന്നിട്ട് ആ മജ്ലിസിൽ തങ്ങളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു ആൾ വന്ന് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്നിട്ട് വിടുന്നില്ല, കാല് ചവിട്ടി പൊളിക്കുന്നു. ചിരിക്കാനെങ്ങും പോകേണ്ട കൈസ്. അങ്ങനെ കുറേ കഥകളുണ്ട്. ഒരാൾ സ്വാഭാവികമായിട്ട് ഒരാളെ കാണുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ
സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കും, ഒന്ന് ഹഗ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് തങ്ങളിപ്പായ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതൊരു വിഷയം. അതിനുശേഷം തങ്ങളിപ്പോൾ പിന്നെ കുറേ പേരെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. കുറേ ഫണ്ട് പിരിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഈ ഫണ്ടൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ തങ്ങളിപ്പോൾ എനിക്ക് ട്രോളാൻ വേണ്ടി എന്തൊക്കെ ഇട്ട് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേ വട്ടം പറയുന്നുണ്ട് ട്രോളന്മാർക്ക് ട്രോളാൻ വല്ലതും കൊടുക്കണ്ടേന്ന്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. തങ്ങളിപ്പോൾ അടുത്ത വീഡിയോയിൽ മെയിനായി ശ്രദ്ധിക്കേണ്ടത് ട്രോളാൻ വേണ്ടി വല്ലതും പഠിച്ചിട്ട് പോകണം തങ്ങളിപ്പാ. നമുക്ക് ഒരാൾക്ക് ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ തങ്ങളിപ്പോൾ ഇട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാനൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തങ്ങളിപ്പോൾ ഉൾപ്പെടെ എല്ലാവരും വരുമ്പോൾ നിങ്ങളൊക്കെ വരാത്തത് ഭയങ്കര മോശമാണ്. അപ്പോൾ എന്താ ഇനി ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ തങ്ങളിപ്പേരെ വീടിൻ്റെ കഥവാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് ശേഷം ക്ലോസ്ഡ് ആയിരിക്കും. താത്തമാർ നൈറ്റ് ഡ്യൂട്ടിക്കെന്നും പറഞ്ഞ് തങ്ങളിപ്പാരെ വീട്ടിലോട്ടും ചെല്ലണ്ട, അവിടെ ക്ലോസ്ഡിലായിരിക്കും. ഫുള്ള് ചെക്കിങ്ങും എന്താ പറയുക, ബോഡി ഗാർഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് ചെന്ന് കയറിയ അവന്മാർ പിടിച്ചിട്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, പബ്ലിക് വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. മാക്സിമം 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് മുമ്പ് തങ്ങളിപ്പാരെ വീട്ടിൽ ചെന്ന് കയറി പറ്റാൻ നോക്കുക. ഓക്കെ, 7 മണിയാകുമ്പോൾ മറ്റേ കവാടം അടയ്ക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും രാവിലെയോ അല്ലെ ഉച്ചയ്ക്കൊക്കെ എത്താൻ നോക്കുക തങ്ങളിപ്പാരെ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ കുറേ വിശേഷങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് തങ്ങളിപ്പാ. ആ വീഡിയോ മുഴുവനും ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷേ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ ഓരോരോ ഷോർട്ടായിട്ട് എടുത്ത് വെച്ച് എനിക്ക് കണ്ടൻറ്റായി ചെയ്യാൻ ഇന്ന് പറ്റുന്നില്ല. പക്ഷേ അത് ചെയ്യും. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ ഷോട്ടുകളുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക. തങ്ങളിപ്പായ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പിന്തുടരുക. ഓക്കെ, നിങ്ങളാണ് നമ്മളുടെ ബലം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ കുറേ താത്തമാർ ഭയങ്കര തെറി വിളിയാണ്. എവളുമാരൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റൊരാളെ തെറി വിളിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അവളുമാരെ തെറി വിളിക്കുന്നില്ല, ഞാൻ തങ്ങളിപ്പായ തെറി വിളിക്കുന്നില്ല, ആരെയും തെറി വിളിക്കുന്നില്ല. എന്തൊക്കെയാണോ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, എൻ്റെ മുഖം അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരുവൊട്ടാൻ? ഞാൻ എൻ്റെ മുഖവും എൻ്റെ ശരീരവും എൻ്റെ സൗന്ദര്യമൊക്കെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നതെന്നാണ് എനിക്കറിയാത്തത്. അപ്പം നിങ്ങൾക്ക് എന്ത് കുരുപൊട്ടിയാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും നാൾ എങ്ങനെയാണോ വന്നത് അതിനേക്കാളും ബെറ്റർ ആയാണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. അതിന് അള്ളാഹുവിൻ്റെ കാവലും പിന്തുണയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിലും കുറേ പേര് വന്ന് ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുക. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ, തെറി വിളിക്കുന്ന താത്തമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും, അച്ഛനുണ്ടാവും, വാപ്പയുണ്ടാവും, ഉമ്മയുണ്ടാവും. അവരെയൊക്കെ വിളിക്കൂ. അല്ലെങ്കിൽ അയൽവക്കത്തെ 2 താത്തമാരെ അല്ലെങ്കിൽ അയൽവക്കത്തൂടെ പോന്നവന്മാരെ വിളിക്കൂ. അല്ലെങ്കിൽ നാട്ടിൽ പോയി വിളിക്കൂ. തിയറി നിങ്ങൾക്ക് വിളിക്കാൻ മുട്ടിയിരിക്കുന്നത് എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നിങ്ങൾ വിളിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്നെ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തെറി വിളിക്കുന്നവർക്കുള്ള മറുപടി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ആ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരാളും സംസാരിക്കരുത് ഇൻഷാ അല്ലാഹ്. ആരും സംസാരിക്കരുത് കേട്ടോ. ഒരുപാട് പേര് വെയിൽ കൊള്ളുന്നുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു, കൊട നിർബന്ധാണ്. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ചു അല്ലേ, കൊട നിർബന്ധം. ഒരുപാട് ആൾക്കാർ കൊട, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. ഒരുപാട് പേര് കൊട പിടിച്ചാൽ പറഞ്ഞു, കൊട പിടിച്ചില്ല. എനിക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്ത് ചെറുതല്ല. അപ്പൊ ആദ്യമായിക്കൊണ്ട് പറയാണ്, ആദ്യമായിക്കൊണ്ട് 2 കുപ്പി തേന് എല്ലാവരും വാങ്ങി വലത് കൈയിലും ഇടത് കൈയിലും പിടിക്കുക. എന്നിട്ട് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും.
ഇന്നത്തെ സ്വലാത്തുൽ ഫാത്തിഹ ഒരു പ്രത്യേകത ഉണ്ട്. ഉസ്താദമാരെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ വഫഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വദ്ദിക്രി വതിലാവത്തുൽ ഖുർആൻ. റജബിന്റെ അല്ലേ അല്ലാഹു റഹ്മത്തിന്റെ മലക്ക് പറന്നിറങ്ങുന്ന സദസ്സാണ്. ആ തേനിന്റെ ഫضل ചെറുതല്ല, ആ സാധനം കിട്ടാനില്ല. അതെന്റെ വീട്ടിൽ നിന്നും ഞാൻ പോകുന്ന സദസ്സിന് മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് ഞാന് പെണ്ണുങ്ങൾ വർത്താനം പറയരുത്, വർത്താനം പറഞ്ഞൊക്കെ പോകും. ഞാൻ ഇന്ന് വലിയൊരു പേടിച്ചു. ഇന്ന് ഞാന് വലിയൊരു പേടി, എന്താന്നല്ലേ, വലിയൊരു പേടി ഞാൻ പേടിച്ചു. ചെറിയ പേടിയല്ല ഞാൻ പേടിച്ചു, വലിയൊരു പേടിച്ചു. അപ്പൊ എന്നോട് കുറെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ സൂക്ഷിക്കണം നിങ്ങള്. കാരണം നമ്മളെ കാസർഗോഡ് വന്ന് സൈഫിച്ച അള്ളാഹു ആഫിയത്ത് ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ പരിപാടിക്ക് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ഷുഗർ കൂടുതലാണ്, ന്യൂമോണിയ മാറിയോ എന്തൊക്കെ രോഗങ്ങളുണ്ട്, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട്. ഞാൻ പറയാനൊന്നും പറ്റൂല, നിങ്ങൾ വരണമെന്ന്. നമുക്കൊരുപാട് സഹായം മൂപ്പര ഭാഗത്തുനിന്നുണ്ട്. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ വരുന്നു വിചാരിച്ചത്, ഞാന് 10 മണിക്ക് സദസ്സിക്ക് വരാൻ വിചാരിച്ചത്. റോഡ് ബ്ലോക്ക്, എന്റെ വീട് ബ്ലോക്ക്, വീട്ടില് വെള്ളമില്ല. വരുന്നോലൊക്കെ 2-3 കിറ്റ് കുപ്പിന്ന് വെള്ളം എടുക്കാൻ. അപ്പൊ എന്നോട് എന്റെ കൂടെ പറപ്പിങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട വേഗം വയ്ക്കോളിന്ന് പറഞ്ഞു. ചായ പോലും കുടിച്ചിട്ടില്ല, തുണിയും കുപ്പായം മാറ്റി വേഗം ഓടി. എന്റെ ജീവിതം അങ്ങനെയാണെന്നും ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്താട്ടി, റോഡ് ബ്ലോക്കായി. അപ്പൊ ആളുകൾ ഇങ്ങനെ വീട്ടിലേക്ക് വരിക, എന്തിനാ പിന്നെ കാര്യങ്ങൾ പറയാനും വെള്ളം മന്ത്രിക്കാനും. അപ്പോ അവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പെണ്ണുങ്ങളോട് ചായ കുടിച്ചോളൂ, അതിന് ഞാൻ പോവാന്ന്. ഞാൻ പോകും. നിന്റെ ജീവിതം അങ്ങനെ, എന്റെ ജീവിതം കേട്ടാല് നിങ്ങളെ കന്തം വിട്ടുപോകും. എന്റെ ജീവിതം ഞാൻ ഈ ഞാൻ വയത് പറയില്ല. ഞാൻ സ്വലാത്തുൽ ഫാത്തിന്റെ ഫضل വരാൻ എണീ ദിവസം പറയാൻ സമയം ഉണ്ടാവും തോന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 4 വർഷത്തോളമായി ഈ മജ്ലിസുമായി നമ്മൾ 4 വർഷമായി. ഈ 4 വർഷത്തിന്റെ ഇടയില് നമ്മൾ അനുഭവിക്കാത്ത വേദനകളില്ല. ഈ 4 ഞാൻ ചൊല്ലുന്നത് സ്വലാത്താണ്. ഈ 4 വർഷം ഈ മജ്ലിസ് തുടങ്ങിയ അന്ന് മുതൽ കരിങ്കല്ലത്താണിയില് 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ കുറെ ഇബ്ലീസുമാരിറങ്ങി, ഒരുപാട് ആളിറങ്ങി. സ്വലാത്തുൽ ഫാത്തിഹ പൊതുവെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. സ്വലാത്തുൽ ഫാത്തിഹ അത് അറിയില്ല ശരിക്ക്. അത് രംഗത്ത് കൊണ്ടുവന്നത് ഞാനാണ്. അറിയുമെങ്കിലും അതിന്റെ ഫضل ആളുകൾക്ക് അറിയില്ലായിരുന്നു. തേന് വാങ്ങിക്കോളിട്ടോ, ഇനി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഫضل പറയുമ്പോൾ വെപ്രാളം പിടിച്ചിരുന്നു. അത് തുറന്നു വെക്കണം. എന്നിട്ട് അതിലെ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അതിൽ ഊതണം. അപ്പോ 4 വർഷമായി എന്റെ ബാക്കിന് ആൾക്കാർ, യൂട്യൂബർമാർ സൈഫച്ച പറഞ്ഞ പോലെ ഒട്ടിട്ടിങ്ങനെ പറക്കുകയാണ്. അസൂയാണ്. എന്തൊക്കെ പേരുകളാ കേട്ടത് അല്ലേ? യൂട്യൂബിൽ എന്നോട് ഒരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ 2-3 കൊല്ലം മുമ്പ് യൂട്യൂബ് തുറക്കാൻ പറ്റില്ല, തുറന്ന ഞങ്ങളെ ഫോട്ടോ ആണ് പറഞ്ഞു. തുറന്നു കഴിഞ്ഞ ഞങ്ങളെ ഫോട്ടോ ആണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ഭീഷണികള് 4 കൊല്ലമായിട്ട് എനിക്കുണ്ട്. 4 കൊല്ലം. സുബ്ഹാനല്ലാഹ്. യൂട്യൂബില് എന്തൊക്കെ പറഞ്ഞത്? കള്ളനാണ്, പെണ്ണെവിടെയനാണ്. പക്ഷെ എനിക്ക് ഉറപ്പാ പടച്ചറബിന്റെ പരാജയപ്പെടുത്തൂല. ഞാനൊരു തെറ്റും അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. ചെയ്യാളെ കൽബല തരാതെക്കട്ടെ, മനുഷ്യനല്ലേ. അപ്പോ ഒരുപാട് വർഷം അങ്ങനെ ഞാൻ ചെറുപ്പത്തില് ഞാൻ നല്ലോണം പന്ത് കളിച്ചിരുന്നു. വയനാട് ജില്ലയിലെ ആൾക്കാർക്കൊക്കെ അറിയാം.
പന്ത് ഇപ്പോഴും നിങ്ങൾ വിളിച്ചാൽ കളിക്കാൻ വരും. പന്ത് കളിച്ചാന് ഒഴിവുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ വെച്ച് പേടിയൊന്നുമില്ല. ആയതിൽ തങ്ങൾ ഗോളിയെന്നു പന്ത് കളിച്ചാൽ ഇപ്പൊ വിളിച്ചാലും വരും. അന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് പറയാം, അന്ന് പന്ത് കളിക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും. അന്വേഷിച്ചാൽ അറിയാം. അന്ന് പന്ത് കളിച്ചിട്ട് കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? അത് ഞാൻ അറിയാം. ഞാൻ ഇത്ര ഉന്നതിലെത്തുന്ന ഒരാളാവുന്ന അന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നും വയനാട് ജില്ലയിൽ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാം. പന്ത് കളിച്ചാൻ പോയിട്ട് കപ്പടിക്കും. ആ കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? വന്ന് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇന്ന് ഉന്നതങ്ങളെ റബ്ബ് എത്തിച്ചത്. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ 20 കുട്ടികളെ കല്യാണം. അതിന്റെ ഒരു മാസം മുന്നേ ഒരുപാട് യൂട്യൂബർമാര്, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കേൾക്കണങ്ങള്, ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. നിങ്ങൾ പിന്നെ കേസ് കൊടുത്തു. അമിത് ഷാക്ക് കേസ് കൊടുത്തു. അതിന്റെ എങ്ങനത്തുണ്ട്? അതിന്റെ ഇത് അമിത് ഷാക്ക് കേസ് കൊടുത്തു. ഇന്ത്യത്തിന്റെ കോപ്പി. എങ്ങനെയൊക്കെ എന്നോട് വെല്ലുവിളിച്ചു. 20 കുട്ടികളെ കല്യാണം നടക്കൂല എന്നോട് വെല്ലുവിളിച്ചു. ഞാൻ ഈ ചെവി കൂടെ കേട്ടി ചെവി കുറിച്ച് പേടില്ല. തെറ്റ് ചെയ്താലല്ലേ നമ്മൾ പേടിച്ചോണ്ട് അല്ലേ? നിരന്തരം ഭീഷണി. അതെങ്ങനെ വിളിക്കാം? ഈ വാട്സപ്പ് കോളില് എന്തൊക്കെ സുബ്ഹാനല്ലാഹ്. അവസാനം വെല്ലുവിളിച്ചു. നടക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ നടത്തും. ഞാൻ അള്ളാനെ മാത്രമേ പേടിക്കുള്ളൂ. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടെ 10 റുപ്യ കടല്ലാതെ 20 മക്കളെ കല്യാണം കഴിഞ്ഞു. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അങ്ങനെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകള്, എനിക്കൊരു പേടിയില്ല. എന്നെ സംബന്ധിച്ച് 4 കോടി റുപ്യ എന്ന് പറഞ്ഞാല് അതൊരു വലിയൊരു പൈസ അല്ല. എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികൾ വാരിക്കോരി തരാൻ അറിയുമോ? ഇപ്പോ എനിക്ക് വാരിക്കോരി തരും. എനിക്കൊരു അതാ ഒരു ഉസ്താദ് പറഞ്ഞത്, ഓല എഴുന്നേൽപ്പിക്കരുത്. എന്റെ അവസ്ഥ, എന്റെ വീട്ടിൽ വരുന്ന ആള്, എന്റെ ദിവസം എന്റെ വീട്ടിൽ വരുന്ന ആളുകൾ തരുന്നുണ്ട്. ഒരു 10 മാസം അതൊന്നും വേണ്ട. നമ്മൾ വിചാരിച്ചാൽ സ്വലാത്തിന്റെ ഇത് കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും മക്കളെ കല്യാണം കഴിച്ചല്ലോ. ഒരാളേത്ത് പോയിട്ട് ഞാൻ പിരിച്ചിട്ടില്ല. ഒരു മഹ്ലൂക്കിന്റെ ഇത് പോയിട്ട് ഞാൻ 10 പൈസ, ഞാൻ നൂറെ ഹബീബ് തങ്ങളാണ്, ഞാൻ കുറെ എച്ചി മക്കളെ നോക്കുന്നുണ്ട്, ഞാൻ കുറെ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, ഒരാളെടുത്ത് പോയിട്ട് ഞാൻ പിരിച്ചിട്ടില്ല. ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മുതലാളിങ്ങളെ നമ്പർ ചോദിച്ചിരുന്നു, എന്റെ മുതലാളിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് ഒരു കുട്ടിനെ കെട്ടിക്കാളെ പൈസ തരുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ നൂറെ ഹബീബിന് മക്കള് പറഞ്ഞാല് ഓലെത്തിയുമല്ല, ഒരാളെ മുന്നിൽ പോയി ഞാൻ പിരിക്കൂലായിരുന്നു. എന്റെ കയ്യിൽ കാണുന്ന പൈസന്റെ ബാലൻസ് പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോവും. മക്കളെ കല്യാണം കഴിഞ്ഞ് മക്കളെ കല്യാണം കഴിഞ്ഞ് എന്റെ കയ്യിൽ അള്ളാഹു തന്ന പൈസ ഞാൻ എന്റെ നൂറെ ഹബീബിന്റെ അടിമമാട് മുത്തുമ്മയോട് പറഞ്ഞു. എന്താ അറിയോ? അത് പച്ചക്ക് വിളിച്ചു പറയാം. എല്ലാരും തന്ന പൈസ അറിയണമെന്ന് സമ്മതിച്ചില്ല. അതാണോ തലയുടെ ആട്ടിന് പറയണ്ടെന്ന്. ഓലിക്ക് പേടിയാണ്. എന്താ അറിയോ? എന്നെ കുറിച്ച് മോശമായി യൂട്യൂബിൽ വരുമ്പോ ഓലിക്ക് പേടിയാണ്. അല്ല എന്നെ കുഴപ്പമില്ല, എന്നെ കുഴക്കണ റബ്ബ് വിചാരിക്കണം. ഞാന് അള്ളാഹുവിനെ മാത്രമേ പേടിക്കൂ, അള്ളാഹുവിന്റെ റസൂൽ. ഈ കല്യാണത്തിന് ഞാൻ ഒരാഴ്ച കല്യാണം നടക്കുന്ന നിക്കാഹിന്റെ സമയം വരെ ഞാൻ പേടിയാണ്. എന്നോട് പോലീസുമാരെ വിളിച്ചിട്ട് ചോദിക്കാം, കാസർകോട്ടിലേക്ക് മാത്രം എന്താ അങ്ങോട്ട് ദേശീയം? വേറെ ആർക്കൊരു കുഴപ്പമില്ല, കാസർഗോഡല്ല
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് കായ് വേണമെന്ന് പറഞ്ഞ് നമ്മളെ ഇവിടെ കൊടുക്കാൻ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അപ്പൊ ഞാൻ എന്നോട് കുറെ ആളുകൾ പറഞ്ഞു തങ്ങള് പേടിക്കും. എന്റെ ഗേറ്റ്, എന്റെ വീടിന്റെ ഗേറ്റ് ഒരു വൈകുന്നേരം 7 മണി കഴിഞ്ഞ് എന്റെ വീടിന്റെ ഗേറ്റ് തുറന്നിടൂല. 2 ഗേറ്റിന് സെക്യൂരിറ്റിയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 3-4 ആൾക്കാർ വന്നിട്ട് ഞാന് വൈകുന്നേരമാണ് ഉള്ളിൽ കണ്ട് കേറിയിട്ട് എന്നോട് പറഞ്ഞു പൈസ വേണമെന്ന്. ഞാൻ പേടിച്ചു. എന്ത് പൈസ? ഒരുപാട് കൂടെ ലേശം വെള്ളോട്ടിക്കണോ, കള്ള് കുടിച്ചിരിക്കണം. ഒരുപാട് ആളുകൾ നോക്കുന്നില്ലേ. എന്റെ ആധാരം ബാങ്കിൽ എന്റെ ഇപ്പൊ കുഴഞ്ഞെടുക്കണിച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു. എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാലേ നമുക്കറിയില്ലല്ലോ. അപ്പോ എന്റെ വീട്ടിലെ ഗേറ്റ് 7 മണിക്ക് ശേഷം തുറക്കലില്ല. പക്ഷേ ഒരുപാട് നിരപരാധികൾക്ക് വിഷമാണ്. കാരണം ഒരുപാട് പേര് കേസ് കെട്ടുകളൊക്കെ വിഷമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. 8, 9, 10 മണിക്കൊക്കെ പിരിവേര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിരിവേര് വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ വീട്ടിലാണ്. ഒരു മാസം നിൽക്കണമെങ്കിൽ ഒരു മാസം 10 ലക്ഷം റുപ്യ പിരിവിന് വേണം. ഞാൻ എന്റെ പെരിയിൽ കടന്നുറങ്ങുമ്പോ വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യല. എന്റെ വീട്ടിൽ ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിലുള്ള വണ്ടി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പേടിയാണ്. ഓൽക്കിന്നെ കണ്ടാ മതി. ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ വീട് ഞാൻ 10 മണിക്കാണ് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചത്. ഈ 10 മണിക്കാണ് ഞാൻ വരാൻ വിചാരിച്ചത്. ഈ 10 മണി വരെ വിചാരിച്ചപ്പോ 9 മണിയായപ്പോ തന്നെ റോഡ് ബ്ലോക്കാ. എന്റെ വീട്ടിലെ കിണറിലെ വെള്ളം. ഞാനപ്പോ എന്നോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു തങ്ങൾ സദസ്സിക്ക് പോയിക്കോളി, സ്റ്റേജിക്ക് പോയിക്കോളി. ഞാൻ പറഞ്ഞു ചായ കുടിക്കട്ടെ. ആകെ പിന്നെ കുടിച്ചാ പോയി. എന്റെ അവസ്ഥ, എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. എല്ലാവർക്കും അറിയാം എന്റെ അവസ്ഥ. അള്ളാഹു എനിക്ക് തന്നൊരു നിഅമത്താണ്. അള്ളാഹു എന്ന് നിലനിർത്തട്ടെ. അതൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്താണ്. അന്ന് ഞാൻ എന്റെ അമ്മർത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ആളെ കുറെ ചീത്ത പറഞ്ഞു. അള്ളാഹു പുറത്തേറ്റെ. ഞാൻ കുറെ റോഡ് പിന്നെ എന്റെ അമ്മർത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് റോഡ് ബ്ലോക്കാ. അങ്ങനെ ഞാൻ ഒന്നിങ്ങോട്ട് എല്ലാരും ഒന്നിങ്ങനെ മാറ്റി നിർത്താൻ നിൽക്കുന്ന സമയത്ത് ഒരാള് കിട്ട് വന്നിട്ട് എന്റെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അവന്റെ കാലൊക്കെ ചവിട്ടി. ആളിവിടെ ഉണ്ടോ? എന്റെ പൊരുത്തപ്പിടിച്ചാണ് ആളെ തടിച്ച എവിടെ മൂപ്പരുണ്ടോ? ഇന്ന് നല്ലോ കുറെ ആൾക്കാർ കെട്ടിപ്പിടിച്ചു. പക്ഷെ ഒന്ന് ഇവിടെ ഉണ്ടാവും. സംഭവം എന്താ അറിയോ? സംഭവം ഞാൻ പേടിച്ചിട്ട് എന്തെങ്കിലും കാട്ടാൻ വന്നാണ്. കോലൊക്കെ ചവിട്ടി ഊട്ടിങ്ങിട്ട് നോക്കുമ്പോ എന്താ പാവം 15 കൊല്ലം ക്യാൻസർ ആയിട്ട് സീരിയസ് ആയി കിടന്നു. അതിവിടെ വന്നിട്ട് മാറി. ആ സന്തോഷം കൊണ്ട് കാട്ടിയതാ. അതൊക്കെ കാട്ടി കഴിഞ്ഞിട്ടാ പറയണേ. മൂപ്പരെവിടെ? പൊരുത്തപ്പെടിക്കാൻ ആ കാക്കയുടെ ക്യാൻസർ മാറി 15 കൊല്ലായിട്ട് നല്ല തടിയുണ്ട്. പോയോ? ഞാൻ ആകെ പേടിച്ചു. ഞാൻ പേടിച്ചു. അപ്പൊ ആ സന്തോഷം ഞങ്ങളിപ്പോ ഇത്തിരി ഇവിടെ ഉണ്ടോ? ചീത്തറിട്ട് പോയോ? അള്ളാഹു പുറത്തേറ്റെ. കാരണം കാലൊക്കെ ചവിട്ടി ആകെ പേടിച്ചു. ആകെ ഞാൻ പേടിച്ചു. അള്ളാഹു ആഫിയത്തും സ്നേഹാണ്. സ്നേഹം കൊണ്ടാണ്. അത് ഇത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്ക് എന്തൊക്കെ മൂപ്പർക്ക് തന്നെ അറിയില്ല. ആകെ പേടിച്ചു. കാരണം എന്താ അറിയോ? എല്ലാ നിലയിലും എന്നെ വേട്ടയാടി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്തെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണല്ലോ അല്ലേ? അള്ളാഹു കാക്കട്ടെ. ഉള്ള ഞാൻ എല്ലാ ജനങ്ങളൊക്കെ എന്റെ ഭർത്ത് നമ്മളൊന്ന് കാണണമെങ്കിൽ മാസങ്ങളോളം മുന്നേ ബുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്നെ പോലെ വേറെ തങ്ങന്മാരുണ്ട്. അങ്ങോട്ട് പോയി. നിങ്ങൾ എന്റെ അടുത്തേക്ക് തന്നെ വരില്ല. ഇപ്പോഴും ഞാൻ അതിനെ പറയാളെ. എനിക്കല്ല ഒരു കറാമത്ത് തന്നിട്ടില്ല. ഇന്ന് രാവിലെ കാസർഗോഡ് നിന്നതാ ഒരു ഉമ്മ ഭക്ഷണം ഇറക്കാൻ പറ്റൂല. സീരിയസ്. നിങ്ങളെ നാട്ടിൽ നിന്ന് സുള്ളിയെന്ന്. അതും ക്യാൻസർ ആണ്. ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് പറയാം. ഇത്ര ആള് സദസ്സിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. മിനിങ്ങാന്ന് ടെസ്റ്റ് ചെയ്തപ്പോ
എന്തില്ല? രോഗമില്ല. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഫضل നൽകട്ടെ കേട്ടോ. അതൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പതാ ഇന്ന് നമ്മളൊരു ഒരു കൂടപ്പറപ്പ്, എന്താ പേര്? അനിൽ റനിൽ അല്ലേ? രണ്ട് കാലുമില്ല. അപ്പോ എന്റെ കൂടപ്പറപ്പാണ്. മൂപ്പരെ കുട്ടി സംസാരിച്ചിരുന്നില്ല അല്ലെ? എത്ര വയസ്സ് വരെ? 3 വയസ്സ് വരെ കുട്ടി സംസാരിച്ചിരുന്നില്ല. ആ ഉസ്താദിന് ഒരു സീറ്റ് കൊടുക്കാൻ പറ്റുമോ? മൗലവിമാരൊക്കെ ബഹുമാനിക്കണം, ഉസ്താദന്മാരൊക്കെ പൊരുത്തപ്പെടും. അല്ലത് എന്തോ കിതാബ്. ഈ മൗലവിമാരുടെ മുന്നിൽ ഞാൻ അതീതങ്ങാൻ ഓതി തെറ്റിയിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോ മൂപ്പരെ കുട്ടി സംസാരിച്ചിരുന്നില്ല. അങ്ങനെ നമ്മളെ അടിമീനാണല്ലേ പെണ്ണുങ്ങൾ? ആണോ? അല്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മളെക്കാട്ടിൽ ഉസ്താറായി സംസാരിക്കും. ഇന്നേക്കാ തീരെ സംസാരിച്ചില്ല. അൽഹംദുലില്ലാഹ് പൊന്നു മൂപ്പരെ കുട്ടി സംസാരിക്കും. അപ്പൊ മൂപ്പരിപ്പോ പരപ്പണിയുണ്ട്, കായൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു തങ്ങളെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, 2 കാലുമില്ല. ഞാൻ പറഞ്ഞു സ്ഥലം എടുക്കുകയാണ്, എൻ്റെ തൊന്നുമില്ല. അപ്പൊ അവസ്ഥ കണ്ടപ്പോ ഒരു വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്ന ഒരു 50,000 റുപ്യന്റെ ചെക്ക് ഞാൻ തരാന്ന് പറഞ്ഞ പാവം വന്നതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മളെ പിരിവ് നിങ്ങളെ മുന്നിൽ കൂടെ ഒക്കെ ഒരു റെസീറ്റ് കൊണ്ട് വരും. ഇന്നെ സംബന്ധിച്ച് ഈ 4 കോടി റുപ്യ എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമുള്ള കാര്യം അല്ല. പക്ഷേ നിങ്ങൾ ഇതിലൊരു ഭാഗമാകണം. കാരണം എന്താ അറിയോ? ഈ സ്ഥലം അല്ലാഹു നമ്മൾ മരണപ്പെട്ടു പോയാൽ ഇവിടെ നിന്നിരുന്ന് ഈ സ്വലാത്ത് ഇങ്ങനെ നിങ്ങൾ സീറ്റിൽ വേറെ ആളെ വന്നിരിക്കുക. കുഴപ്പമില്ല പറഞ്ഞോട്ടെ, നിങ്ങൾ വിളിച്ചോളി. ഈ സീറ്റില് വേറൊരാൾ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്തിന്റെ പ്രതിഫലം ഇരട്ടിയായി ഖബറിലേക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് ഒരൊറ്റ ആൾ ഒഴിവാകരുത്. നമുക്കൊരു 1000 റുപ്യ കൊടുത്തോളൂ. ഇല്ലെങ്കിൽ ഞാൻ കടം തരാന്ന്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ എന്താ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ടാ. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങള് ഇങ്ങോട്ട് നോക്കി. അപ്പൊ നിങ്ങളെ മുന്നേ കൂടെ റെസീറ്റ് കൊണ്ട് വരികയാണ്. പെണ്ണുങ്ങളെ 1 ലക്ഷം തരാൻ വിചാരിക്കുന്നുണ്ടോ? 10,000 ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചിന്തിക്ക. പഠിച്ചോനെ ഈ സീറ്റ് ഞാൻ മരിച്ചാൽ വേറെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുമല്ലോ. അപ്പോൾ ചെല്ലുന്ന സ്വലാത്ത് എനിക്ക് കിട്ടുമല്ലോ അല്ലേ? ഈ സ്വലാത്ത് ഈ സീറ്റ് നിങ്ങൾക്ക് വേണേ ഞാൻ പിന്നെ രജിസ്റ്റർ ചെയ്ത് തരാം. നിങ്ങൾ ഓരോ സീറ്റ് ആധാരം. അപ്പൊ ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളെ ഇവിടെ എഴുതുന്ന ആൾക്കാരില്ല? എല്ലാരും ഒരു 6600 എനിക്ക് 10 മാസം കൊണ്ട് തന്നാ മതി. 10 മാസം കൊണ്ട് തന്നാ മതി. ഇൻഷാ അല്ലാഹ് ഒരു കുടുംബത്തിലുണ്ടാവൂലേ ഏട്ടൻ അനിയന്മാരൊക്കെ ഓലൊക്കെ ഒരു 500 ഉറുപ്പിക എടുത്താ പോരെ. ഈ സ്ഥലേ 50,000 ഉറുപ്പിക വാടക കൊടുത്തിട്ടാണ് നമ്മൾ മദ്രസ നടത്തിയത്. 50,000. ഇനി നമ്മൾ ഓല് പറഞ്ഞത് വിൽക്കുകയാണ്. ഇതെങ്ങാനും വിറ്റുപോയാൽ നമ്മൾ കുഴങ്ങും. പിന്നെ ഈ കൂട്ടം കൂടിയുള്ള സ്വലാത്ത് ഉണ്ടാവൂല. അതുകൊണ്ട് ഇത് നാളെ ആഖിറത്തിലേക്കാണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ആ ഖബറിൽ നമ്മൾക്ക് സന്തോഷത്തോടെ നമുക്ക് കഴിയണം. പേടി ആ ഖബറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചൊക്കെ അറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പാമ്പുണ്ട് അങ്ങനെ സംഭവിച്ചു. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും നിങ്ങളെ അവിടെ എഴുതുന്ന ആൾക്കാർ ഇവിടെ എല്ലാരും നിങ്ങളൊക്കെ അള്ളാഹ് നിങ്ങളെ കുഴക്കില്ലട്ടോ.
ഞങ്ങൾ തന്നിട്ടില്ല അതിലേക്ക് വിഷമമല്ല കേട്ടോ. അതൊക്കെ എന്റെ കൂടെ ചെല്ലി അതൊക്കെ എന്റെ ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പിന്നെ പറയാനുള്ളത് 75 കേട്ടോളി. 4-5 മാസങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ പറപ്പിങ്ങൾ വീടില്ലാത്തവർക്ക് ഞാനൊരു 3-3.5 ഏക്കർ സ്ഥലം വാങ്ങിക്കണം. ഇൻഷാ അല്ലാഹ് യതീമായ അതല്ലെങ്കിൽ പാവപ്പെട്ട 70 കുടുംബത്തിന് നമ്മൾ വീട് കൊടുക്കുകയാണ്, സ്ഥലം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കൊരു 4 സെന്റ് സ്ഥലം വേണേ നമ്മൾ തരും കേട്ടോ. 4 സെന്റ് സ്ഥലം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതും കണ്ണായ സ്ഥലം. എന്നോടില്ല 1 ലക്ഷം റുപ്യ സെന്റിന് ഇപ്പൊ ചോദിച്ചു. ഞാൻ വാങ്ങിയ എത്രക്കറിയോ? ഞാൻ 48,000 റുപ്യ സെന്റിന് വാങ്ങിയ സ്ഥലം. റോഡുണ്ട്, സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, ടൗൺ ഉണ്ട്. പാവപ്പെട്ടവർക്ക് 4 സെന്റ് സ്ഥലം വീതം 70 അതല്ലെങ്കിൽ 75 പേർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് 30 കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് മെയ് മാസം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം കൊണ്ട് 30 കുടുംബത്തിന് എന്ത് ചെയ്യാണ്? നമ്മള് ആധാരം കൈമാറും. മെയ് മാസം കേട്ടോ, ആധാരം കൈമാറും. ഇനിയിപ്പോ എല്ലാരും പാവപ്പെട്ടവരായിരിക്കും. 1 ലക്ഷം ഇപ്പൊ ചോദിക്കുന്ന സെന്റിന്. പിന്നെ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ആ സ്ഥലം വിറ്റിട്ട് ചെറിയ പൈസക്ക് എവിടെ വാങ്ങാൻ. നമ്മളെ ജനങ്ങള് നമുക്ക് പണ്ട് തന്ന പൈസ, അപ്പൊ നമ്മളത് എടുത്ത് വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിൽക്കാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ മുതലുണ്ടാക്കാം അങ്ങനെയൊക്കെ, പക്ഷെ മരിച്ചു പോണ്ടേ കേട്ടോ. അപ്പോ 30 പേർക്കുള്ള സ്ഥലം മെയ് മാസം നമ്മൾ ആധാരം കൈമാറും. അതിന്റെ ഫോം ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം കഴിയും. 1 ഈ മെയ് 30-ാം തീയതി 2 ഹിന്ദു കുട്ടികളെ കല്യാണം ഉണ്ട്. ഒഴിവാക്കാൻ പറ്റൂല. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് കരഞ്ഞുപോയി. ഞാൻ കരഞ്ഞു. ഞാൻ ദുആ ചെയ്യുമ്പോ മാത്രമേ കരയാറുള്ളൂ, അല്ലാതെ കരയേണ്ട ഒരു അവസ്ഥ എനിക്ക് റബ്ബ് തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരഞ്ഞു. എന്താ അറിയോ? ഒരു ഹിന്ദു അമുസ്ലിമായ ഒരു സഹോദരി ഒരു പെൺകുട്ടിനായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ പെങ്ങളാണ്, എന്റെ ഭർത്താവിന്റെ പെങ്ങളാ, എന്റെ ഭർത്താവ് മരിച്ചു, ഇവർക്ക് അച്ഛനില്ല അമ്മയില്ല, ഞാൻ പണിക്ക് പോയിട്ടാണ് എന്റെ നാത്തൂമാരെ ഞാൻ നോക്കണം. എന്തൊരു സ്നേഹ! ഞാന് പണിക്ക് പോയിട്ടാ എന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരെ ഞാൻ നോക്കണം. ഓൾക്ക് ആരുമില്ല. എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഞാൻ ഒലിട്ടു പോയില്ല. ഓളെ കല്യാണാണ്, ഒരു ഗതിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോ 2 അമുസ്ലിമായ വേറൊരു കുട്ടിയുണ്ട്, അവരെ കല്യാണാണ് മെയ് 30-ാം തീയതി, അല്ല മെയ് മാസം എന്ന ഡേറ്റ് മെയ് 25-ന്. അപ്പോ ആ 2 കുട്ടികളെ കല്യാണം 30 പേർക്കുള്ള ആധാരം കൈമാറലുമാണ്. എനിക്ക് വേണമെങ്കിൽ ആ സ്ഥലം വിറ്റിട്ട് ഈ സ്ഥലം വാങ്ങാം. വീടില്ലാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്, വാടക കൊടുക്കാൻ ഇല്ലാതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് വെറുതെ ആവില്ലട്ടോ. ഞാൻ അങ്ങനെ ചോദിക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ ചോദിക്കില്ല. നിങ്ങളെല്ലാവരും 500 രൂപ ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്നു. ആ പൈസ എന്റെ കൂടെപ്പറപ്പ് ഹജ്ജിന് ഉംറക്ക് പറഞ്ഞയച്ചു, എന്നാലും ഞാൻ എടുത്തില്ല. എത്ര പാവങ്ങളറിയോ ഉംറക്ക് പോയത് അല്ലേ? ഞാൻ പട്ടിണി കിടന്നവനാ. അവില് കുഴച്ച് തിന്നിട്ടുണ്ട് അറിയോ? എത്തിഹാലിൽ പഠിക്കുമ്പോ എല്ലാ മക്കളെയും മാസം ഉമ്മമാര് കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു മുതലാളിന്റെ വീട്ടിൽ പോയപ്പോണ്ട് ചെറിയ ഞങ്ങൾ മക്കളല്ല, ഞങ്ങളെ പോലത്തെ ഒരു കുട്ടി മുട്ടായി നിന്നാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചു ആ മുട്ടായി നിലത്തിട്ട പൊറുക്കി തിന്നായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാ. നമുക്ക് എന്തിനാ മുതല്? എനിക്ക് മുതലൊന്നും വേണ്ട,
പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഒരുപാട് അല്ലേ. ഞാൻ ഇപ്പൊ 2 മാസം മുമ്പ് ചെറിയ പൈത മക്കളെ നിങ്ങൾക്കറിയോ ഒരു കാര്യം ഈ കേട്ടോളി, ഒരുപാട് യത്തീം മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് പൈത മക്കളെ ഒരു മാസത്തില് ഓലെ വീട്ടിലേക്ക് 5000 കൊടുക്കുന്നുണ്ട്, 10000 കൊടുക്കുന്നുണ്ട്, 4000 കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. എല്ലാവർക്കും ഫളിലുണ്ട്. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് 1200 ആളുകൾ വരും. ഇല്ലേ? ഒരു തമാശ പറയാം, ട്രോളാനുമായി. തമാശ പറയല്ല ഞാൻ. രാവിലെ അത്രക്കും ഞാൻ എന്റെ ജീവിതത്തില് ഒരുപാട് പ്രയാസം. ഒന്ന് തടിയോണ്ട് പോയി 600 ഷുഗർ. എന്നാലും എന്റെ വീട്ടിൽ അടുപ്പ് കെടാറില്ല, എന്റെ വീട്ടിൽ ആളുകൾ ഒഴിവാകാറില്ല. അള്ളാഹു വരുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 മാസം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പൈസ നമുക്ക് സ്വരൂപിക്കണം. 1000 രൂപ പോലും തരാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ഒരു ദിവസം 1000 രൂപ പോലും തരാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്, ഇത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും. അപ്പൊ ഇത് 10 മാസം കൊണ്ടാകുമ്പോ എന്തായാലും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിന്റെ പൈസ ആകും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി വേഗം ദ്വാരിക്കും കേട്ടോ. ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഭക്ഷണം ഇന്നും തികയില്ല എന്നും ഞാൻ പറയുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ റമദാൻ മാസത്തില് കേട്ടോളേ, റമദാൻ മാസത്തില് വലിയൊരു തൗബയുടെ മജ്ലിസ് വെക്കുന്നുണ്ട്. വലിയൊരു തൗബയുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്. അത് രാത്രിയായിരിക്കും. നോമ്പ് തുറയും മാർച്ച് 20-ാം തീയതി. മാർച്ച് 20-ാം തീയതി നമ്മൾ വാങ്ങിയ ഈ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും? സ്കാനറിൽ കിട്ടും. എല്ലാവരും എഴുതി. എല്ലാവരും ഒരു 3333 ഒരു 6666 എല്ലാവരും ഒന്ന് എഴുതണം. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഉസ്താദേ ചെല്ലേ, അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യും. മനസ്സിലായോ? പിന്നെ കല്യാണത്തിന് ഇങ്ങോട്ട് പൈസ ചോദിക്കൂല. ഇനി 25 കുട്ടികളെ കല്യാണാണ്. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് കായ് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ, സ്ഥലത്തിന് പെണ്ണുങ്ങളൊക്കെ ഞാൻ മരിക്കോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്റെ ദുആ ഉണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരുപാട് ആളുകള്, ഒരുപാട് മഹല്ല് കമ്മിറ്റി, ഒരുപാട് മദ്രസ കമ്മിറ്റി, ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ പഴമള്ളൂർ ഉസ്താദിന്റെ നാട്ടിൽ പോയി. ഉസ്താദ് പറഞ്ഞു, അല്ല എത്ര ആളുകൾ കൂടിയ മജ്ലിസ് ഇവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇന്നലെ വേറൊരു പള്ളി കമ്മിറ്റിക്കാർ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൈസയൊന്നും വേണ്ട, നിങ്ങൾ വന്നാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ? ആള് കൂടുന്നത് മറ്റുള്ളവർ കാണുന്നെന്ന്, അതിന് നിന്നെ കിട്ടൂല. ഞാൻ എല്ലാത്തിലും ഉണ്ട്, എനിക്ക് എല്ലാരും വേണം. വേണ്ടേ? അപ്പൊ ആള് കൂടണമെങ്കിൽ ആര് വേണം? നമ്മള് വേണം. അപ്പൊ മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നും നമ്മളില്ല. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്ഥലത്തിന്റെ ഫോം ഇവിടെ കിട്ടും, അത് വാങ്ങാം. നമ്മള് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. പടച്ചോന് ഒരുപാട് പേര് വെയിൽ കൊള്ളുന്ന, അള്ളാഹു ഓലൊക്കെ രോഗം അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ കേട്ടോ. അപ്പോ എല്ലാരും എന്ത് ചെയ്യണം? വെയിൽ കൊള്ളുന്നവര് വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പൊ ഈ ഭാഗത്ത് ബുക്കില്ല, എഴുതാൻ ആരുമില്ല. നിങ്ങളുടെ അടുത്തുനിന്ന് എഴുതാൻ ബുക്ക് വന്നിട്ടില്ല. ഇതുണ്ടോ? ഇവിടെ ഒന്നും ആരും എഴുതാനില്ല. എഴുതിയോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളാണ് ഭാഗ്യം. നിങ്ങൾ പോണ സ്വർഗത്തേക്ക് എനിക്ക് വരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാരും എഴുതിയില്ലേ? എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു,
എല്ലാരും എല്ലാരും എഴുതണം. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കി കേട്ടോ. എല്ലാരും നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ മരിച്ചാൽ എനിക്ക് പോലെ വേദ പറയാനൊന്നും കഴിയൂല. ഇന്ന് വരെ ഞാന് ഈ 3 കൊല്ലമായിട്ട് ഇതുവരെ ഞാൻ സദസ്സിൽ ഇങ്ങനെ പിരിച്ചിട്ടില്ല കേട്ടോ. ആദ്യമാണ് ഞാൻ ആദ്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാരും ഒരു 1000 ഉറുപ്പിയെങ്കിലും 10 മാസം കൊണ്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അള്ളാഹു പിന്നെ ഏറ്റെടുത്തത് കൊടുക്കണം, അല്ലെ ഹക്കായിരിക്കും. ഖബറിൽ കടക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഖബറിൽ കടക്കാൻ അല്ലേ, ഖബറിൽ കടക്കാൻ സൗകര്യം ഉണ്ടാവൂല. ഒരു സഹാബിന്റെ ജനാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ അടുത്ത് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സദസ്സിനോട്, മയ്യത്ത് നിസ്കരിക്കാൻ വന്നവരോട്, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? അങ്ങനെ ആ സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, 50 പൈസ കടണ്ട്. 50 പൈസ കടണ്ട്. അപ്പൊ റസൂല പറഞ്ഞു, എന്നാ അത് വീട്ടിട്ട് ഞാൻ മയ്യത്ത് നിസ്കരിക്കുള്ളൂ പറഞ്ഞു. ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ആ പൈസ ഏറ്റെടുത്തു. ആ ആളെ കടം ഞാൻ വീട്ടിക്കോളാന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മയ്യത്ത് നിസ്കരിച്ചു. അസറിന് വേണ്ടി വന്നപ്പോ റസൂലുള്ള സഹാബിയോട് കടം വീട്ടിയോ? ഇല്ല നബി, 50 പൈസ അല്ലേ, ഞാൻ വീട്ടിക്കോളാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു, ആ കടം വീട്ടുന്നത് വരെ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു കാക്കട്ടെ. അപ്പൊ വെറുതെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, കാര്യമില്ല കേട്ടോ. അപ്പൊ എല്ലാരും നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരിക്കണല്ലോ, കൊടുത്തിക്കണോ, എഴുതിക്കണോ? അവിടെ എഴുതിക്കണോ ചോദിച്ചേക്കാണ്. റെസീറ്റ് എത്തിയിട്ടില്ല. 10 മാസത്തിനുള്ളിൽ എത്തിട്ടോ റെസീറ്റ് അവിടെ. എന്തുക്കണു എഴുതിക്കണു. പാലക്കാട്ടുകാരെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടുകാരുടെ ഭാഷയാണ്. അല്ലാഹു ബർക്കത്ത് അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുതണം. നല്ല കുട്ടികളാണ്. നമുക്ക് നാളെ നമ്മളെ സ്വന്തെങ്കിലും വിഷമം അനുഭവിച്ച് നരകത്തിൽ കടക്കുമ്പോ അത് അവസരം തരാതെക്കട്ടെ. ഇവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ അതിന്റെ പ്രകാശം അങ്ങനെ വരട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വീണ്ടും പറയാണ്, അതെനിക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞ പോലെ അത് 2-3 മാസം കൊണ്ട് എന്താവും ഇതിന്റെ റൈസർ കഴിയും. എന്തറിയോ, ചില ആൾക്കാര്, അത് ഞാൻ പറയാം ഉസ്താദന്മാരോട്, ഇന്റെ നേരിട്ട് തരാനും അങ്ങനെ ആൾക്കാരുണ്ട് അല്ലേ. ഇതൊക്കെ എന്റെ പരീക്ക് വരും. ഇതൊക്കെ ഇവിടുന്ന് എത്ര ചോദിച്ചിട്ടും കാര്യമില്ല ഇതിനായിട്ട്. കാരണം ഓൾക്ക് എന്താണ്, ഒരു ടോക്കൺ കിട്ടണം, ഒരൊറ്റ വാക്കിലേക്ക് കിട്ടണം. അതിന് വേണ്ടിട്ടോ ഇൻഷാ അല്ലാഹ് നമ്മള് സ്വലാത്തുൽ ഫാത്തിഹയിലൊക്കെ കിടക്കാണ്. തേനൊക്കെ തുറന്ന് വെക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മാസം പരിപാടി വെക്കുന്നുണ്ട്. ഞാൻ വെക്കണില്ല എന്ന് വിചാരിച്ചതാണ്, അപ്പോ ഇവര് സമ്മതിക്കുന്നില്ല. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് 23-ാം തീയതി പിന്നെ ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ട്. ഞാൻ അതിനൊന്നും യോഗ്യനല്ല. ഞാൻ കുറെ നിർബന്ധിച്ചു എന്നെ വിളിക്കണ്ടാന്ന്. പക്ഷേ ഓല് പറഞ്ഞു, നിങ്ങൾ എന്നെ വരണം, എന്നിട്ട് ആ പള്ളിയുടെ ഔപചാരികമായ തങ്ങൾ നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, ഞാനന്ന് മക്കത്തായിരിക്കും. അന്ന് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്. 20 അൻവരി എന്നാണത് പള്ളി ഉദ്ഘാടനം? 20-ാം തീയതി സൗത്ത് പാങ്, ഫെബ്രുവരി 20-ാം തീയതി സൗത്ത് പാങ്ങിൽ വെച്ചിട്ട് ഞാൻ നേരെ മദീനത്തുനിന്ന്
ഇൻഷാ അല്ലാ നേരെ മദീനത്ത് നിന്ന് വന്ന് നേരെ ഇൻഷാ അല്ലാ പോകുന്നത് ആ സദസ്സിലേക്കായിരിക്കും. പിന്നെ ഒരു കാര്യങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. കേരളം മൊത്തം ഒരു ചർച്ച ഉണ്ട്. അതെന്താണെന്നറിയോ? നൂറെ ഹബീബ് തങ്ങൾക്ക് കൊടക്കാട് ഒരു തങ്ങളുണ്ട്. നൂറെ ഹബീബ് തങ്ങളാണ്. തങ്ങളുപ്പാപ്പക്ക് കറാമത്തുണ്ട്. എന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല. എന്ത് പറയാൻ പാടില്ല? എന്റെ കാര്യം ശരിയായല്ലോ. ഞാൻ ഇപ്പൊ സലാത്ത് ചൊല്ലിയിട്ടാണ്. എനിക്ക് പനി വന്നപ്പോഴേ ഞാൻ പാരസെറ്റമോളാ കുടിച്ചേ. ഇന്നത്തെ എന്റെ പനി മാറി. അപ്പൊ കറാമത്തിന്റെ മാറൂലേ? അതൊന്നും പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കണില്ല. മാസങ്ങളോളം ബുക്കിങ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു നാവിനൊക്കെ അള്ളാഹു അസ്ർ അള്ളാഹു നൽകട്ടെ. അതൊക്കെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ടാണ്. ഒരു ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹിലേക്ക് കടക്കാണ്. നമ്മള് ഒരു 5 മിനിറ്റ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു ഫളില് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ ഒരു 50,000 രൂപയുടെ ചെക്ക് ആ പാവപ്പെട്ട എന്താണ് പേര് ഇതിൽ നമ്മള് കൈമാറാണ്. പിന്നെ എല്ലാരോടും പറയാനുള്ളൊരു കാര്യം, ഇപ്പൊ ഇന്ന് രാവിലെ ഒരു താത്ത എന്നെ വന്നിട്ട് പറഞ്ഞു, എന്റെ പള്ളി കമ്മിറ്റിക്കാരെ എന്നെ വന്ന് കണ്ടിക്കുന്നത് മൂലെ എന്തോ വെച്ചു തങ്ങളെ കിട്ടണമെന്ന്. എന്തിനു ചോദിച്ചു? ഹിഫ്ള് കോളിന് പൈസ വേണമെന്ന് അറിഞ്ഞിട്ട്. ഒന്നുമില്ല, ഹിഫ്ള് കോളിന് കായ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഡേറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു രണ്ടും ഇപ്പൊ നടക്കൂല. ഞാൻ ഇവിടെ പരിപാടിക്ക് പോക്കില്ല. ഒന്നാമത് നമ്മളെ കൊണ്ട് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യരുത്, വിഷമം ഉണ്ടാവരുത്. നിങ്ങൾക്ക് അറിയാലോ എല്ലാരും പ്രശ്നം എന്താ, എവിടെ അല്ലെങ്കിൽ തന്നെ എവിടെ നോക്കിയാലും എന്റെ പേരാ. അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ അല്ലേ? എവിടെ നോക്കിയാലും നമ്മളെ പേരാ. അത് നല്ലത് പറയുന്നവരുണ്ട്, മോശം പറയുന്നവരും. അതൊക്കെ പടച്ചോനായിക്കോട്ടെ. പിന്നെ ഒരുപാട് പേര് പൊരുത്തപ്പെടിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളറിയാതെ അല്ലേ നമ്മള് പിന്നെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് കേട്ടോ. അവിടുത്തെ മറയൊക്കെ പോയി കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം പറഞ്ഞ് നിർത്തി സ്വലാത്തുൽ ഫജ്ർ. പിന്നെ ഒരു കാര്യം നമ്മൾ നിയ്യത്ത് വെക്കാണ്ട് കേട്ടോ. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഒരു ഉദാഹരണം നമ്മൾ ഉസ്താദ് തന്നെ അല്ലേ, ഇപ്പൊ വലിയ വണ്ടിയൊക്കെ വാങ്ങിയല്ലേ അല്ലേ? ഈ മജ്‌ലിസിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയ വണ്ടിയായിരുന്നു, മജ്‌ലിസിലേക്ക് ഒന്ന് വലിയ വണ്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? അതിനും ആൾക്കാർ മൂപ്പരോട് പറയും, നിങ്ങളെന്താ നൂറാബി തങ്ങളാളല്ലേ, നിങ്ങൾക്ക് ഇല്ലേ കടങ്ങളുണ്ട്, അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉസ്താദിന് ഈ വിവാദങ്ങള് വന്ന സമയത്തും നമ്മളെ കൂടെ നിന്ന ആൾക്കാരാണ്, നടക്കാൻ പറ്റൂല കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ്, കാരണം പുതിയ പുതിയ ആൾക്കാരുണ്ട്. നമ്മളെ എന്റെ വീട്ടിൽ വരുന്ന ആളുകൾക്കും ഈ സ്വലാത്തിന് വരുന്ന ആളുകൾക്കും ഫളില് കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഒരു സ്വർണ്ണം, ഇപ്പൊ ഒരു മോതിരം ഇതാരോ കൊടുക്കുന്നതാണ്. തന്റെ പെങ്ങള് ഗർഭിണിയല്ലായിരുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇപ്പൊ ഗർഭിണിയാണ്. ഇതാരെ തന്നെ 7 വർഷത്തിന് ശേഷം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അള്ളാഹു ഗർഭം ചുമക്കാനും നല്ല റാഹത്തിൽ പ്രസവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. വേറെ സ്വർണ്ണങ്ങളുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ചിന്തിക്കാം, എനിക്ക് ഈ ഫളിലുകളൊക്കെ കിട്ടുന്നത് സ്വലാത്തിന്റെ മഹത്വം കൊണ്ടാണ്. അള്ളാഹുവേ, ഒത്തിരി പേര് വെയിൽ കൊള്ളുന്നത്, അള്ളാഹു ചർമ്മത്തിന് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അള്ളാഹു അതൊക്കെ മാറ്റി കൊടുക്കട്ടെ. നല്ല സൗന്ദര്യം അള്ളാഹു കൊടുക്കട്ടെ. ചില വെയിൽ കൊണ്ടാൽ സൗന്ദര്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ സൗന്ദര്യം അള്ളാഹു എന്റെ കൂടെ പറപ്പികൾക്ക് അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ അത് പറഞ്ഞിട്ട് ഇരിക്കണോല് വെയിലത്ത് കറങ്ങി നിൽക്കണ്ട കേട്ടോ. അള്ളാഹു ബർക്കത്ത് കേട്ടോ. 3-4 കാര്യങ്ങൾ നമ്മൾ എന്നും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ട്, എന്നും ചൊല്ലുന്നുണ്ട്. 43,000 ആളുകൾ സ്വലാത്തുൽ ഫാത്തിഹിന്റെ സുബ്ഹി കാണുന്നുണ്ട്. 1 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്.
ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നാൽ നിങ്ങൾക്കൊക്കെ ഈ പകുതി ആളുകൾക്ക് ഫലം കിട്ടിയത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ടാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനുൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, അതറിയില്ല. ചില ആളുകൾ ദ്വാരക്കും ഉസ്താദന്മാര് ദ്വാരക്കാരുണ്ട്. എന്നാൽ മറ്റ് രാഷ്ട്രങ്ങളിൽ, സുഡാനില്, മലേഷ്യയില്, മറ്റുള്ള രാഷ്ട്രത്തൊക്കെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്നിട്ട് ഈ സ്വലാത്ത് ചെല്ലാറുണ്ട്. ഈ സ്വലാത്തിന്റെ അർത്ഥം തന്നെ അടക്കപ്പെട്ടത് തുറക്കുക എന്നുള്ളതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒരുപാട് മഹാന്മാര് ഇതിന്റെ പവിത്രത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അമ്പരപ്പിക്കുന്ന പുണ്യങ്ങളും ഒരുപാട് ഫലങ്ങളുമുള്ള ഒരുപാട് രഹസ്യമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. സുബ്ഹിന്റെ സമയത്ത് നിങ്ങളെ വീടിന്റെ അകത്തളത്തിലേക്ക് യൂട്യൂബിലൂടെ ലൈവായി നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നൂറെ ഹബീബിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കേൾക്കാറുള്ള സ്വലാത്തുണ്ടല്ലോ, ഒരുപാട് പുണ്യങ്ങളാണ്. മിനിങ്ങാന്നൊരു ഉമ്മ വിളിച്ചിട്ട് പറയാ, എന്റെ മകന് കല്ല് കുടിച്ചു വന്നിട്ട് എന്നെ തല്ലാറുണ്ട്, അവന്റെ മക്കളെ തല്ലാറുണ്ട്, അവന്റെ ഭാര്യ പോയി, മക്കള് പോയി, എനിക്ക് പേടിയായിരുന്നു എന്റെ വീട്ടിൽ നിൽക്കാൻ. കല്ല് കുടിച്ച് വന്നിട്ട് രാത്രിയൊക്കെ ഓൻ വരുന്ന സമയത്ത് വീട് തുറന്നു വെക്കണം. എപ്പോഴാണ് വരാന്ന് പറയാൻ പറ്റൂല. ഒരു ദിവസം ആ ഉമ്മ പറയാണ്, വാതില് തുറക്കാൻ വെടിയപ്പോ എന്റെ അരക്കവന് ചവിട്ടി. നിങ്ങള് 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ചതാണ്. അവന്റെ ചെറുപ്പത്തിൽ പെട്ടുപോയി. അടുത്ത വീട്ടിൽ പാത്രം കഴുകിയിട്ടാണ് എന്റെ മകനെ ഞാൻ വളർത്തിയത്. ഒരു ദിവസം വാതില് തുറക്കാൻ വെളിയപ്പോ എന്റെ മകൻ എന്റെ വയറ്റത്തേക്ക് ചവിട്ടി. തങ്ങള് അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ആളുകൾ എന്നോട് പറഞ്ഞു, നീ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ, ദിവസവും സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം മേലെ കൊടക്കാടിന്റെ മണ്ണിൽ വന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ ഉമ്മാനോട്, ഉമ്മ കരയല്ല ഉമ്മ, പ്രസവ വേദന അവൻ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഉമ്മാനെ ചവിട്ടിയത്. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ മോന് നന്നാവും. അപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, എന്റെ മകനക്ക് എന്നെ ചവിട്ടിയത് കൊണ്ടൊരു വിഷമം റബ്ബ് കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഉമ്മാന്റെ മനസ്സിലെന്താ അല്ലേ? ഇപ്പൊ നമ്മൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയില് നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ കഴുത്തറുത്ത മോന്റെ കഥ പറഞ്ഞു. ഉമ്മാന്റെ ആത്മാവ് വീട്ടിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഖബറിൽ വെച്ചിട്ട് ഉമ്മ ദുആ ചെയ്യും, എന്റെ പൊന്നുമോനക്ക് ആപത്ത് കൊടുക്കരുത്. ഉമ്മമാരെ മനസ്സെങ്ങനെയാണ്. അല്ലാഹു നമ്മളെ ഉമ്മമാർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മരണപ്പെട്ടു ഉമ്മമാരെ ഖബറൊന്ന് വിശാലമാക്കട്ടെ. അറിയോ, അങ്ങനെ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടു. ഒരു വട്ടം കൊടക്കാട് വന്നു. ആ ഉമ്മാന്റെ മോനിപ്പ ഉമ്മാനെ വിളിക്കുത്ര സുബൈക്ക് ഉമ്മ ബാങ്ക് കൊടുക്കാനായി. അത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു നിഅമത്താണ്. ഈ സ്വലാത്ത് സാധാരണ സ്വലാത്തിനെ പോലെയല്ല. ദിനംപ്രതി 100 മുടങ്ങാതെ നിങ്ങളെ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയം റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ ആവശ്യങ്ങൾ നിറവേറുമെന്ന് ഇമാം തീജാനി തങ്ങൾ പറഞ്ഞു. തീജാനി സ്വലാത്തുൽ ഫാത്തിഹ സാധാരണ മജ്ലിസ് അല്ല, സുബ്ഹിന്റെ സമയത്ത് കേൾക്കുന്നവർ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഈ പെൺകുട്ടികളെ കെട്ടിക്കാനും ഈ 3.5 ഏക്കർ സ്ഥലം വാങ്ങാനും ഞാൻ ഒരാളത്ത് പോയി പിരിച്ചിട്ടില്ല. സുബഹിക്ക് ശേഷം വീട്ടിൽ സ്വലാത്ത് കേട്ടിട്ട് അള്ളാഹു തന്ന നിഅമത്താണ്. ഇൻഷാ അല്ലാഹ് ദിവസവും കേൾക്കാൻ തുടങ്ങാം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ നിലയിലും അള്ളാഹു സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. പിന്നെ നിയ്യത്ത് വെച്ചാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. അപ്പൊ പിരിച്ച് എഴുതി കഴിഞ്ഞോ? പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ റെസീറ്റ് വന്നോ? ഈ മുന്നിലൊക്കെ വന്നോ? വന്നിട്ടില്ല. നിങ്ങൾക്ക് എത്തിയിട്ടല്ല. ഇതാണ് സ്ഥിതി. എവിടേക്കും എത്തിയിട്ടില്ല. ഈ ഭാഗത്തേക്കൊന്നും റെസീറ്റ് എത്തിയിട്ടില്ല. ഇതാ ഞാൻ 10 മാസം വെച്ചത്. നിങ്ങളെ പറഞ്ഞിട്ടും കാര്യം, ഒത്തിരി ജനങ്ങളെ കൂടുതൽ ഇല്ലേ?
ഈ അടിമന്മാര് ഇവിടെ റോട്ടുമ്പോ പോയി പിരിച്ചുണ്ടോ? അല്ലേ? ഇവിടെ തേയില്ല. ഒരു ദിവസം റോട്ടുമുണ്ട് തേനി 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 അറിയും. റസീറ്റുള്ള ആൾക്കാരുണ്ടാവും, അടിമന്മാരുണ്ട് അവിടെ. ഇവിടെ പിരിക്കല്ലേ വേണ്ട, എഴുതാ വേണ്ട. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ അതല്ലേ ആ പെണ്ണുങ്ങളെ ഭാഗത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല അല്ലേ? താത്ത മുന്നിക്ക് വന്ന് ഇങ്ങോട്ടെങ്കിൽ ഈ മുന്നിക്കൊക്കെ വരും. ഇൻഷാ അല്ലാഹ് ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടുതൽ വർത്താനം പറയുന്നില്ല. പിന്നെ ഭക്ഷണം കൊടുത്തു പിന്നെ സ്വർണം അതൊക്കെ തരാണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ, പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്താതെക്കട്ടെ. ചില വീടുകളിൽ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ യൂട്യൂബിൽ മൊയ്ലിയന്മാരും തങ്ങന്മാരും പലതും ഇങ്ങനെ ഓരോരോ ഇത് പറയും. കണ്ടന്റ് സിങ്ക് വെച്ചാൽ കന്നിമൂല. ഇപ്പൊ മിനിയാന്ന് ഇല്ലേ, മിനിയാന്ന് തോന്നുന്നുണ്ട്, വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെണ്ണുണ്ട് ഓടി വരുന്നുണ്ട് കരഞ്ഞിട്ട്. രാത്രി 8 മണിക്കിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കരഞ്ഞു വരുന്നു. ഉമ്മയോ എല്ലാരും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ പിന്നെ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെണ്ണ് കരഞ്ഞിട്ടതാ ഗേറ്റിന്റെ അവിടെ, കുടുംബങ്ങളും ഉണ്ടാവും. എന്തോ ചോദിച്ചു, എന്താ ചോദിച്ചു, എന്റെ ഇവിടുന്ന് ഒരു നീര് വരുന്നുണ്ട് തങ്ങളെ. ഇല്ല അതാ അതാ അതൊന്ന് അവിടെ കരണ്ട് ഉണ്ട് കേട്ടോ, മാറി നിൽക്കുക, അവിടെ നിങ്ങൾ കുറച്ച് അത് ഇതൊന്ന് നോക്കിയ ഇതിന്റെ ആളാരാ, അതൊന്ന് വീട് പൊട്ടിയ കായ് തരില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ സ്ഥലത്തിന് കഷ്ട. ആ പെട്ടിന്റെ കരണ്ടാണ്, കരണ്ടാണ്. മാറി കസാലിട്ടോ, കസാലിട്ടോ. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ പറപ്പാണ്, നിങ്ങൾ സ്വർഗത്തേക്ക് പോകണം. അള്ളാഹു സ്വർഗം തന്ന് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഇനി ഇതിന്റെ മുകളിൽ ട്രോളിയാലും കുഴപ്പമില്ല, ഇതിന്റെ മുകളിൽ എന്ത് വിഷയം വന്നാലും കുഴപ്പമില്ല. ഇതൊരു പെണ്ണുങ്ങള് ഇവിടുന്ന് വന്നു, ഇവിടുന്ന് അറിയോ, വല്ലപ്പുഴയിൽ രാത്രി കരഞ്ഞിട്ട് 8 മണിക്കുണ്ട് എന്റെ വീട്ടിന്റെ മുന്നിക്ക് വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം, എന്തിനാ നീ പൊട്ടിക്കറിയുന്നത്, എന്താ? എന്നോട് പറഞ്ഞു, എന്റെ ഈ ബ്രസ്റ്റിന്റെ അവിടുന്ന് ഒരു നീര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വന്ന ആൾക്ക് ഇവള് കരഞ്ഞിട്ട് പറയാൻ കഴിയുന്നില്ല, ഞാൻ ആശുപത്രി കൊണ്ടുപോയി അറിയാം ചില. അപ്പൊ എന്നോടൊരു ആശുപത്രി കൊണ്ടുപോയി. പിന്നെന്താ പ്രശ്നം? ഡോക്ടർമാർ എന്താ പറഞ്ഞു? ഡോക്ടർമാരെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ കരയണേന്ന്? അപ്പൊ അടുത്തൊരു മൊയിലെടുത്ത് അവിടെ പോയപ്പോ അത്ര പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്തൊരു മൊയിലേരത്ത് പോയപ്പോ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കണം. MBBS പഠിച്ച ഡോക്ടർമാർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വാപ്പാനി പഠിച്ചില്ല, ബാക്കി അള്ളാഹുടെ വരക്ക്. എന്തേ ഇന്നലെ സംബന്ധിച്ചു അങ്ങനെ കീശേരിന്ന് അള്ളാഹുനെ സാക്ഷിയാക്കിയിട്ട് പറയട്ടോ, ഈ നമ്മൾ അടുത്ത് വരുന്ന രോഗികളെ രോഗം മാറാൻ എന്റെ കഴിവല്ല. ഒരു രോഗി വന്നാൽ നമ്മൾ അവരെ സമാധാനിപ്പിച്ചിട്ട് വിടുക വേണ്ട അല്ലേ? ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി, ഉണ്ടായിരുന്നോ? ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. കീശേരിന്ന് ഒരു 25 വയസ്സ് പ്രായമുള്ളൂ, തൊണ്ടയ്ക്ക് ക്യാൻസറാ, തൊണ്ടയ്ക്ക് ക്യാൻസറാ. രോഗം മാറി, രോഗം മാറി. അപ്പൊ എന്താട്ടി, ചെറിയൊരു പ്രശ്നം ഇങ്ങനെ വന്നപ്പോ ഡോക്ടറെ പോയി കാണിച്ചപ്പോ ഡോക്ടർമാർ എന്തായിരുന്നു, അത് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഈ താത്ത വേഗം ഒരു മൊയിലേരി പോയി കാണിച്ചിരിക്കണേ. മൊയിലേരി പറഞ്ഞു ക്യാൻസർ ബ്ലഡിൽ കോട്ടായിട്ടില്ല. എത്ര? 15,000 രൂപ ചെല്ലാൻ. എന്താ പറഞ്ഞത്? ബ്ലഡ്. ഞാൻ ചീത്ത പറഞ്ഞു. ഡോക്ടർമാര് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
ഡോക്ടർമാർ വിധി എഴുതിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇന്ത്യത്തേക്കും വരണ്ട, ആരെയൊക്കെ പോയിരുന്നു. അപ്പൊ നമ്മൾ ടെൻഷനാവും. നമ്മൾ ടെൻഷൻ ആവുമ്പോ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യും, ഹൈ പവറിൽ സർക്കുലേഷൻ ചെയ്യും. അപ്പൊ നമ്മളെ വൈറസുകൾ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒന്ന് പേടി ഒക്കെ തവക്കൽ മരുന്ന് കുടിക്കണം, ഡോക്ടർമാരെ കാണിക്കണം, അത് നിർബന്ധം. എന്നിട്ട് രോഗത്തിന്റെ വൈക്ക് വിടുക, നമ്മളെ വൈക്ക്. ഇപ്പൊ അടുത്തൊരു ക്യാൻസർ രോഗിനെ കൊണ്ടുവന്നു എന്റെ അടുത്തുനിന്ന്, സ്ഥലം ഞാൻ പറയില്ല, നീശ ബജ്ജ. ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ഒരു 10-25 കൊല്ലത്തെ ആയുസ് ഇഞ്ഞുണ്ട് പറഞ്ഞു. ഉണ്ടോ ചോദിച്ചു. ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, സമയം കിട്ടുമ്പോ മരുന്ന് കുടിക്കും, രോഗത്തിന്റെ വൈക്കട്ട് പിടി. അൽഹംദുലില്ലാഹ് മനസ്സിപ്പോ പണിക്കുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടാ ചോദിക്കും 25 കൊല്ലല്ലേ ആണ്. ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞത് കുറച്ച് ദിവസം കുറച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പഠിത്ത് കണ്ടിട്ട് ചോദിച്ചോ, അല്ല ഞങ്ങളിപ്പോ ഞാൻ പണിക്കൊക്കെ പോണ്ട്, എനിക്ക് 25 കൊല്ലം. ഞാൻ പറഞ്ഞു അന്ന് കണ്ടിന് കുറച്ച് ദിവസം ഇങ്ങോട്ട് കുറഞ്ഞിക്കണേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചണ്ട, അള്ളാഹു മാറ്റിത്തരും. അള്ളാഹ് മാറ്റിത്തരട്ടെ. മനസ്സിലായില്ലേ? നമ്മൾ കുറെ പേടിക്കുമ്പോൾ നമ്മുടെ രോഗം നമ്മൾ കൂടിയായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ എല്ലാരും തേന് തുറന്നേക്ക. നമ്മള് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ അതിലൂതുക. എന്നിട്ട് ഈ സദസ്സിന് തേന്റെ ആളുടെ എന്നിട്ട് ഈ സദസ്സിന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സദസ്സിന് നമ്മളൊരു ടീസ്പൂൺ കഴിക്കണം. അങ്ങനെ അനുഭവം ഉണ്ടായ ആളാണ് ഇന്നെന്ന് കെട്ടിപ്പിടിച്ചത്. സത്യത്തിൽ പേടിച്ചോ ശയിപ്പിച്ചെന്ന്, നല്ലൊരു പേടി പേടിച്ചു കേട്ടോ. കോലൊക്കെ ചവിട്ടി കേട്ടോ. അപ്പോ ഒരു കുപ്പി തേൻ എനിക്കും വേണം. അപ്പോ ഇനിയിപ്പോ ആർക്കും 4 സ്ഥലം, പിന്നെ നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് മാത്രമേ സ്ഥലം കൊടുക്കുള്ളൂ. വേറെ ആർക്ക് അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 50. ഇനി 10 മാസത്തിന് എന്റെ വീട്ടിൽ ഒരു പിരിവില്ലട്ടോ. ഇതൊരു ചെറിയ ക്ലിപ്പാക്കി വെക്കണം. ആരെങ്കിലും വന്നിട്ട് ചീത്ത പറയും, എന്റെ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയും, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ചീത്ത പറയും. അള്ളാഹു കാക്കട്ടെ. ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വണ്ടി എടുത്തിട്ടാ വന്നിക്കണത്. ഇപ്പൊ അടുത്തൊരു ഉമ്മ പിരിവിന് വന്നു, വീടില്ല ഇത്ര. അപ്പൊ ഞാൻ 2000 രൂപ കൊടുത്തിട്ട് ഇതേ ഉള്ളു പറഞ്ഞു. എന്നോട് പറഞ്ഞു 2000 വണ്ടിക്കൂലി തന്നെ വേണമെന്ന്. 2000 രൂപ എടുത്തിട്ട് എന്റെ അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഇന്ന് ഈ വെയിൽ കൊണ്ട ഹൈറാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ വീട് നമ്മളെ സ്ഥലത്തിന്റെ ഫോം നമ്മള് താഹിർ തങ്ങൾ. ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരുപാട് നിബന്ധന ഉണ്ട് കേട്ടോ. കല്യാണത്തിന്റെ പോലെ അല്ല, ഇത് അന്വേഷണം ഉണ്ടാവും കേട്ടോ. ഇത് താഹിർ തങ്ങൾ ഗ്രൂപ്പ് അഡ്മിനാണ് അല്ലേ? നിങ്ങളെ ഗ്രൂപ്പിൽ അഡ്മിന് നിങ്ങൾക്ക് തന്നെ അല്ലല്ലോ. സഹോദരിക്കാണ്. ഇവർക്കും വീടില്ല. അള്ളാഹു വീടുണ്ടാവട്ടെ. എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ നിങ്ങൾക്ക് അറിയോ, ഇവരോടൊക്കെ പറയത്തരാ, നൂറെ ഹബീബ് തങ്ങളെത്ത് കോടിക്കണക്കിന് ഉറുപ്പല്ലേ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ. എന്റെ അവസ്ഥ, ഇഷ്ടംപോലെ ആള് വരുന്നുണ്ട്. ഒരാള് വരും 100-500 തരും, അത് വാങ്ങി ഞാൻ പെട്ടിയിലിടും. അതിന്റെ ബാക്കിൽ വന്നിട്ട് വാടക കൊടുത്തിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കി, പട്ടിണെന്ന് പറയുമ്പോ ഈ 500 എടുത്തിട്ട് അതിന് കൊടുക്കും. എന്താ നമ്മൾ ചെയ്യാൻ? അതുകൊണ്ടല്ല എനിക്ക് ന്യായമത്തേന് കിട്ടിയ പൈസ എടുത്തുണ്ടാവോ. ഇൻഷാ അല്ലാഹ് ഇതെല്ലാരും പാടെ കൂടി ഇതെല്ലാരും പാടെ കൂടി ബഹുമാനപ്പെട്ട താഹിർ തങ്ങൾക്ക് പിന്നെ ഒരു കാര്യം പറയാ, ഇത് തന്നൂന്ന് വിചാരിച്ചിട്ട് സ്ഥലമാവൂല. 75 പേർക്കുള്ള സ്ഥലം, 1000 ചില അപേക്ഷ ഇപ്പൊ തന്നെ ഉണ്ട്. ഒരു അടിമയും പരിച്ചുവാണെന്ന് കയ്യോണ്ട് കാര്യം കാട്ടണം. അടിമിമാര് മുഖേന എന്റെ അടിമിമാർക്ക് അല്ലാഹു അർശിന്റെ തണൽ അല്ലാഹു ഇട്ട് കൊടുക്കട്ടെ. ഓലൊപ്പുണ്ടെങ്കില് ഓലൊപ്പ് വേണതില്. ഇത് ഭയങ്കര ഓലിക്ക് നിങ്ങൾ അടിമിമാരുടെ പെരിൽ ഇങ്ങനെ കയറി ഇറങ്ങണം.
അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് അന്വേഷണം. പിന്നെ ഒന്ന് അൻവരി സരുസ്താവും ഒരാളും പാടല്ലേ. ഇത് 4-5 ആളുകളുണ്ട് അന്വേഷണം. മനസ്സിലായില്ലേ? എത്തീമക്കൾക്കും കൊടുക്കും, പാപങ്ങൾക്കും കൊടുക്കും. അള്ളാഹു ഇതിന് സാക്ഷിയാകുന്ന ഒരു ഭാഗ്യമാണ് കേട്ടാ. പിന്നെ എന്നോട് എന്റെ പ്രസിഡന്റ് തന്നെ ചോദിച്ചു, എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ എന്ത് വിഷമം പറഞ്ഞാലും ഓടിയെത്തും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സലീമാഷ് എന്നോട് ചോദിച്ചു, കുറച്ച് സ്ഥലം എനിക്കും തരുമെന്ന്. മാഷെ അതിന് മാത്രം എന്ത് ചെയ്യരുത്, വിളിക്കരുത് മാഷോട്. കാരണം ഇതിന്റെ നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്കുള്ളതാ. നൂറെ ഹബീബ് വില്ലേജ് നല്ല കണ്ണായ സ്ഥലമാണ്. എന്റെ വീടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. നല്ല റോഡും സ്കൂളും മദ്രസും ഒക്കെ അടുത്തടുത്ത. 1 ലക്ഷം ഉറുപ്പ്യ കിട്ടുമ്പോ വിറ്റാൽ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫോം 2 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങാൻ അങ്ങോട്ട് കായ് വെച്ചാൽ 3 ഏക്കർ സ്ഥലം പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഒരു കിണറുണ്ട്. ഒരു ഉമ്മ മകന്റെ കല്യാണം ശരിയാവില്ല, വന്നതൊക്കെ മുടക്കുക. ഇപ്പൊ കല്യാണം ശരിയായി. അപ്പൊ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു തന്നു. എന്നോട് പറഞ്ഞു എന്ത് കാട്ടിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പാവപ്പെട്ട എത്തിയ നമുക്ക് കിണറുണ്ടായിക്കോട്ടെ, എന്തേ അല്ലേ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം കൊടുക്കാം കേട്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇതിന്റെ ഇത് നമ്മൾ എല്ലാവരും പാടട്ടോ. താഴ്ത്തങ്ങൾക്ക് കൊടുക്കാണ്. താഴ്ത്തങ്ങളെ ഗ്രൂപ്പില് അല്ലേ. ശരിക്കും ഇതിന് അർഹതപ്പെട്ട ആള് വിലക്കുണ്ട്. ഇവരൊക്കെ അർഹതപ്പെട്ടാണ്. വിലക്കൊന്നും വീട് സ്ഥലമില്ല. പക്ഷെ എന്താ ചെയ്യാ, എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ പിന്നെ ഒരു കാര്യം, ഈ മുതലൊന്നും എന്റെ പൈസ അല്ലട്ടോ. നിങ്ങൾ ഇങ്ങനെ തരുമല്ലോ, ഈ ബക്കറ്റ് പിരിവ് ഇതിൽ കിട്ടൂല പൈസ. അപ്പൊ ഗൈസ്, നിങ്ങൾ തങ്ങളിപ്പാടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും മനോഹരമായൊരു വീഡിയോ, കുറേ കോമഡി ഫണ്ണിയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരിക. നിങ്ങളുടെ സബ്സ്ക്രൈബ്, നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളോടൊക്കെ പറയുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ വീഡിയോയും മാക്സിമം കാണാൻ ശ്രമിക്കുക. എനിക്ക് ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ട്. അപ്പം ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം. ബൈ.